ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ് ഡ്രൈവ് വിത്ത് അൻസൽ. കുറച്ച് നാളായി വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കോപ്പൻഹാഗനിൽ നിന്നും ഇപ്പം ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ സ്വീഡനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. സ്വീഡനിൽ മുകളിലല്ല, കോപ്പൻഹാഗനുമായിട്ട് അടുത്ത് കിടക്കുന്ന മാൽമോയിലോട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നല്ല തിരക്കായിരുന്നു. ജോലി ഒക്കെ ഒന്ന് സെറ്റാവാനും താമസമൊക്കെ ഒന്ന് സെറ്റാവാനും കുറച്ച് ടൈം പിടിച്ചു. അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്തില്ല. ഇനി വേണം വീണ്ടും റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങാനായിട്ട്. അപ്പം ഇനി കൂടുതലും നിങ്ങൾ കാണുന്നത് മാൽമോയിലുള്ള അല്ലെങ്കിൽ മാൽമോയും ചുറ്റുവട്ടത്തുമുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈറ്റ് ഡ്രൈവ് വിത്ത് അൻസലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ ഇറങ്ങിയതാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റ് കാരണം നല്ല തണുപ്പും കാണും. നമ്മളങ്ങ് എടുത്തുകൊണ്ട് പോകും കാറ്റ്. അത്തരത്തിലുള്ള ഒരു കാറ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ട്രയാങ്കിളിൻ ഏരിയ, മാൽമോയുടെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. ട്രയാങ്കിളിൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മുള്ളൻവാഗൻ എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ ഒരറ്റത്താണ് താമസിക്കുന്നത്. ഇത് വൺ ഓഫ് ദി ഹാപ്പനിങ് പ്ലേസാണ്. ഒരുപാട് ഏറ്റവും ബിസി ആയിട്ടുള്ള, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള, മാൽമോയിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ട്രയാങ്കിളിൻ, ഈ മുള്ളൻവാഗൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒന്ന് ഇറങ്ങി കുറച്ച് മീൻ വാങ്ങിക്കാനും കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങിക്കാനായിട്ടാണ് ഇന്നിറങ്ങിയത്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലമുണ്ട്. അത് വീക്കെൻഡ്സിൽ, അത് പ്രത്യേകിച്ച് സാറ്റർഡേയ്സിൽ രാവിലെ പോയാലേ കിട്ടത്തുള്ളൂ. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അവരത് അടയ്ക്കും. അപ്പോൾ രാവിലെ തന്നെ കടലിൽ നിന്ന് ഫ്രഷായിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് വിൽക്കുന്ന സ്ഥലമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുപിടിച്ചായിരുന്നു സ്ഥലം. അപ്പോൾ അവിടേക്കാണ് ഇന്നിപ്പോൾ എന്തായാലും പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണുന്നത്. എന്താ, ഇതൊരു അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ. ഇതൊരു പഴയ ബിൽഡിങ്സും ഒക്കെ ഉള്ളൊരു സ്ട്രീറ്റാണ്. പക്ഷെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ. ഈ സ്ട്രീറ്റിൽ ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് കൂടുതലും ഈ അഫ്ഗാൻ റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഈ ഇറാനിയൻ, അറബിക് റെസ്റ്റോറൻറ്റ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. സാറ്റർഡേ, പ്രത്യേകിച്ച് ഫ്രൈഡേ സാറ്റർഡേയ്സിൽ ഇത് നൈറ്റ് ഏകദേശം ലേറ്റ് നൈറ്റോളം കടകളെല്ലാം കാണും. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇനി ഇവിടെ ഒരു സെൻട്രൽ ഏരിയ ഉണ്ട്. സെൻട്രൽ ഏരിയയിൽ അത്യാവശ്യം സാറ്റർഡേയ്സിന് മാത്രം പ്രവർത്തിക്കുന്നൊരു മാർക്കറ്റ് ഉണ്ട്. അതൊന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഇന്ന് രാവിലെ കാണേണ്ടതാണ്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നല്ല പച്ചക്കറികളും ഫ്രഷ് ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ നമുക്കിന്ന് അതും വാങ്ങിക്കണം. അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫ്രണ്ടിനെ കൂടെ വിളിച്ചുകൊണ്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടുന്ന്, പുള്ളിയുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അകത്തേ ഉള്ളൂ ഫിഷ് വാങ്ങിക്കുന്ന സ്ഥലം. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് അവിടെ പോയി പുള്ളിയെയും വിളിച്ചുകൊണ്ട് അവിടെ പോയി ഫിഷ് വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം എന്നാണ് വിചാരിക്കുന്നത്. രാവിലെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ് കാരണം ഭയങ്കര തണുപ്പുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെൻട്രൽ ഏരിയ ഉണ്ട്. സെൻട്രൽ ടൗൺ സ്ക്വയർ പോലുള്ള ഏരിയയാണ്. ആ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ ഈ സാറ്റർഡേയ്സ് മാത്രമാണ് ഈ ഒരു പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തായാലും ഇത്തിരി കഴിയുമ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. ഇതൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാവും. കുറേ കടകളും കുറേ ഇതുപോലെ കടകൾ ഇത്രേ കാണത്തുള്ളൂ. ബട്ട് അതുപോലെ കുറേ ഐറ്റംസും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സെറ്റാവും. ഇത് ജസ്റ്റ് തുടങ്ങി വെച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയതേ ഉള്ളൂ. ആൾക്കാരൊക്കെ എണീറ്റ് വരുന്ന സമയമാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും കേട്ടോ. അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ഫ്രഷ് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ കിട്ടും. ഇപ്പം മാൽമോയിലുള്ള മലയാളികളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സാറ്റർഡേ മോർണിംഗ് ഇവിടെ മുള്ളൻവാഗൻ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പച്ചക്കറികളും ഒക്കെ നല്ല കുറഞ്ഞ വിലയ്ക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മളെന്തായാലും ഇത്തിരി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്ന് കുറച്ച് പച്ചക്കറികളും
ഇവിടെ വന്ന് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ചൊക്കെ വാങ്ങിക്കും. അതാണ് എളുപ്പം. കാരണം ഇടയ്ക്കിടയ്ക്ക് പിന്നെ പോയി സാധനം വാങ്ങിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല എക്സ്പെൻസീവ് ആവും. അതിനേക്കാളും ആഴ്ചയ്ക്ക് വീക്കെൻഡ് സാറ്റർഡേ വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനവും പച്ചക്കറിയും മീനും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ എക്സ്പെൻസ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ നേരെ പുള്ളിയുടെ വീട്ടിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ വ്ളോഗാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം ഒരു ഫുള്ളായിട്ട് മീൻ വാങ്ങിക്കുന്നതും പച്ചക്കറി വാങ്ങിക്കുന്നതും ഒരു സാധാരണക്കാർക്ക് പറ്റിയ വ്ളോഗായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളിന്ന് വീഡിയോയിലൂടെ കാണുന്നത്. കണ്ടോ, ഇവിടെ അടിപൊളി ബേക്കറികളൊക്കെ രാവിലെ തുറന്നു വന്നിട്ടുണ്ട്. ബേക്കറികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രാവിലെ തന്നെ തുറക്കും. ഒരുപാട് നല്ല അടിപൊളി സ്വീറ്റ് ഐറ്റംസ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. സ്വീറ്റ് ആയിട്ടുള്ളത് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ഇപ്പോൾ രാവിലെ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങും കടകളൊന്നും തുറന്നിട്ടില്ല, കാര്യമായിട്ടൊന്നും തുറന്നിട്ടില്ല. കുറച്ച് ബേക്കറികളും സൂപ്പർ മാർക്കറ്റും അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ തുറക്കത്തില്ല. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം ആക്റ്റീവ് ആവുള്ളൂ. വീക്കെൻഡ്സ് ഫുള്ള് അങ്ങനെ തന്നെയാണ്. ഒരു മുടി വെട്ടുന്ന കട ഞാൻ പറയുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് നല്ല സൗത്ത് ഇന്ത്യൻ ദോശയും വടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ കിട്ടും. നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് അത്ര ഒരു ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ ഒരു സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളേതെങ്കിലും ബാംഗ്ലൂർ എവിടെയെങ്കിലും ഒരു സ്ട്രീറ്റ് പോയതുപോലെ തോന്നുന്നത്. കാരണം ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാരണം ഡൽഹി ഗോസിപ്പ് എന്ന് പറഞ്ഞ് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഈ ഒരു ഏരിയയിലുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് അത്യാവശ്യം നല്ല കോമണാണ്. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഇത് ആക്ച്വലി. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് ആക്റ്റീവ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല ആക്റ്റീവ് ആവുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം എന്താ പറയുക, ചുമ്മാ വീക്കെൻഡൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലവും കൂടാണ്. അങ്ങനെ നമ്മൾ നടന്ന് ട്രയാങ്കിളിൻ്റെ വേറൊരു ഭാഗത്തെത്തി. അപ്പോൾ എനിക്ക് പുള്ളിയുടെ വീട്ടിൽ പോകാനായിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഒരു 10-20-25 മിനിറ്റ് നടക്കാനുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം നടന്ന് ഒരു വലിയൊരു ഹോട്ടലിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റാണ്. വലിയൊരു ഹോട്ടൽ, സ്കാൻഡിക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോട്ടൽ കാണാൻ നല്ല ഭംഗിയുണ്ടോ. കാരണം ഇതുണ്ടാവും ഭയങ്കര ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങാണ്. ഇത് പകൽ കാണുന്നതിനേക്കാളും രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റ്സൊക്കെ ആയിട്ട് ഫുള്ള് നല്ല രസമാണ്. കാരണം ഇതിൻ്റെ ഒരു ലിഫ്റ്റൊക്കെ പോകുന്നത് വെളിയിലൂടെ പോകും. നമുക്ക് വെളിയിൽ നിന്നൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു ബിൽഡിങ്ങാണ്. രാത്രി ഒരു റെഡ് കളറിൽ നല്ല രസമാണ് ഈ ബിൽഡിങ് കാണാനായിട്ട്. ഇതുപോലെ ഇതൊരു മെയിൻ ഒരു സെൻട്രൽ ഏരിയയാണ്. ഇവിടുന്ന് ആക്ച്വലി ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാൽമോ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കാനുള്ള ഒരു സ്ട്രീറ്റാണ്. ഇത് അത്യാവശ്യം നല്ല നീളമാണ്. ഇത് നീണ്ട് അങ്ങ് മാൽമോ സെൻട്രൽ വരെ ഇത് പോകുന്നുണ്ട്. നമുക്കിവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് മാൽമോ സെൻട്രലിലെത്താം. ഇത് കണ്ടോ, ഇതുപോലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. സമ്മർ ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് പോകേണ്ട. ഇത്തിരി വെയിൽ കണ്ടാൽ മതി. വെയിൽ കാണുമ്പോൾ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഫുഡ് അടിക്കാനും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് മൊത്തം വെള്ളം നിറഞ്ഞ് ഒഴുകുവാണല്ലോ. ഇത് ഇന്നലെ നല്ല മഴയും ഉണ്ടായിരുന്നു. മഴയായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓവർഫ്ലോ ആയെന്ന് തോന്നുന്നത്. അത്യാവശ്യം ഇത്തിരി വെള്ളമെല്ലാം കൂടെ ഓവർഫ്ലോ ആയി ഫുള്ള് കിടക്കുക. ഇവിടെ എനിക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, അതിനകത്തൂടെ വെള്ളം പറ്റുള്ളൂ. ഉണ്ടായത് ഫുള്ള് നിറഞ്ഞ് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ രാവിലെ ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഇറങ്ങണം. നല്ല രസമാണ്. നല്ല സ്ഥലം കാണാനായിട്ട് നല്ല രസം. ഇവിടെ നോർമൽ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ഇവിടെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നല്ല വില കുറച്ച് കിട്ടും കേട്ടോ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഇപ്പോൾ ക്രീംസും ഷവർ ജെല്ലും അങ്ങനെയുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം നല്ല ലാഭത്തിൽ കിട്ടുന്ന സ്ഥലമാണ്. ഇതുപോലെ സ്ട്രീറ്റാണ്. ഇതൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു 12 മണി 1 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ആക്റ്റീവ് ആവുന്ന സ്ഥലമാണ്. ഇത് എക്സ്പ്രസോ ഹൗസ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പാണ്. അത്യാവശ്യം വലിയ ഫേമസ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പാണ്. ഇതൊക്കെ അത്യാവശ്യം ഇതെല്ലാം പഴയ ബിൽഡിങ്സാണ്. പഴയ ബിൽഡിങ്സ്, അതിൻ്റെ താഴെ കടകളും എല്ലാത്തിൻ്റെ കടകളും മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുപോലെ ഹൈലി എന്താ പറയുക, ഭയങ്കരമായിട്ട് ടൂറിസ്റ്റി ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയും എനിക്കൊന്ന് എന്തിനായാലും ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നൊരു സ്ഥലം ഇതാണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രീറ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ കുറച്ചങ്ങോട്ട് നടന്നിട്ട് വേണം പുള്ളിയുടെ വീട്ടിലോട്ട്. എനിക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട് പുള്ളിയുടെ വീട്ടിലോട്ട് ഇവിടുന്ന്. അപ്പം ഇങ്ങനെ പതിയെ നമുക്ക് നടക്കാം. കാറ്റൊക്കെ കൊണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇന്നും ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഭയങ്കര
പറയാ, ഈ ജാക്കറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് ലൈറ്റ് ജാക്കറ്റാണ്, വലിയ തണുപ്പ് അത്ര പ്രതിരോധിക്കുന്ന ടൈപ്പ് ജാക്കറ്റല്ല. അപ്പോൾ എൻ്റെ ഇരുന്ന വലിയ ജാക്കറ്റ് ഞാനത് കളഞ്ഞിരുന്നു. അപ്പോൾ ഇനി പുതിയ ഒരെണ്ണം പോയി വാങ്ങിക്കണം. എന്തായാലും ജാക്കറ്റ് വാങ്ങിക്കാനും പോകുന്നുണ്ട്. അത് ഒത്തിരി കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പം പോകാമെന്ന് വിചാരിച്ചു. രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റാക്കുക, ഫുഡ് കഴിക്കുക, ഒരാള. അപ്പം ഇവിടെ നടുക്കൊരു പോളുണ്ട് കേട്ടോ. ഒരു തൂണ് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് എന്തെങ്കിലും ഡിനോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. കാരണം റൗണ്ടായിട്ട് സൂര്യൻ്റെ ഒരു സാധനം, ഒരു എന്താ പറയുക, റൗണ്ട് കുറേ സിമ്പിൾസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തോ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നല്ല നീളത്തിൽ നല്ല പൊക്കത്തിലുള്ളൊരു സാധനമാണ്. അത് ഇതുപോലെ കുറേ എൻഗ്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോളം പോലെ വരച്ച് വെച്ചേക്കുന്നത് ചുരുളി എന്ന് പറയും. ചുരുളി അതിങ്ങനെ ഇത് ചെയ്തേക്കാം. എന്തായാലും കൊള്ളാം. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഈ ഷോപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് പതിയെ നടക്കാം. ഇത് തന്നെ ഈ കാഴ്ചകൾ, ഇതുപോലുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ടും നടക്കുമ്പോഴും നമുക്ക് കാണാനുള്ളത്. എന്തായാലും പുള്ളിയുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു തിയേറ്ററുണ്ട്, ഫിലിം സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട് ഇവിടെ. ഇതെനിക്കൊന്ന് വളരെ ഇംഗ്ലീഷ് ഫിലിംസ് മാത്രമേ ഇവിടെ വരാറുള്ളൂ. മലയാള സിനിമകൾ ഏതെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് സെൻട്രലിൽ വേറൊരു ഫിലിം സ്റ്റാൻഡുണ്ട്. അവിടെ ആയിരിക്കും മലയാള സിനിമകൾ കൂടുതലും വരുന്നത്. കണ്ടാ, ഇതൊരു ഫിലിം സ്റ്റാൻഡാണ്. കുറേ സിനിമകളുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഫിലിംസാണ് കൂടുതലും. ഇംഗ്ലീഷും സ്വീഡിഷ് ഫിലിംസുമാണ് കൂടുതലും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും പുള്ളിയുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇനി നമുക്കവിടെ ചെന്നിട്ട് പുള്ളിയെ കണ്ടതിന് ശേഷം പുള്ളിയുടെ കൂടെ നമുക്ക് നേരെ മീൻ വാങ്ങിക്കാൻ പോകാം. നടന്ന് പോകാം, ബസ്സിലല്ല, നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ നല്ലൊരു പാർക്കിനകത്തെത്തി. എന്താ പറയുക, അത്യാവശ്യം ഭയങ്കര കാറ്റും തണുപ്പും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു പാർക്കും കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സംഭവം നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. നല്ല അടിപൊളി ഒരു പാർക്കാണ്. എനിക്കൊന്ന് കുങ്സ് പാർക്ക് എന്നറിയപ്പെടുന്ന പാർക്കാണെന്ന് തോന്നുന്നു. അതെ, ഇത് നല്ല അടിപൊളി ഒരു പാർക്കാണ്. ഇതിനകത്ത് കുറേ എന്താ പറയുക, ഒരുപാട് വാട്ടർ ബോഡീസും നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കാറ്റ് മാത്രമേ ഉള്ളൂ കുഴപ്പം. നല്ല കാറ്റ്. ബോട്ടിംഗ് ഉണ്ടല്ലോ. ബോട്ടിങ് കണ്ടിട്ടില്ല, പക്ഷേ നല്ല രസം. ഇതിന് കുറേ ഉണ്ട് കേട്ടോ ഇതുപോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. ഇത് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഭയങ്കര വലുതാണത് പാർക്ക്. ഇതുള്ളത് ഏറ്റവും വലുത് ഇതാട്ടോ. അല്ല, മറ്റേ എവിടാ ഫിൽഡ അങ്ങോട്ട് പോകും. ഓക്കെ മനസ്സിലായി. ഇതാണ് നല്ല അടിപൊളി ഒരു വാട്ടർ പൂൾ. ഏതാ തീർന്നു സമ്മർ. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അവിടെ കുഞ്ഞു ബോട്ടുകൾ കിടപ്പുണ്ട്. അടിപൊളി സ്ഥലം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്താ പറയുക, ചെറിയൊരു ബോട്ട് റൈഡൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു കുഞ്ഞ് ലേക്കാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പ്രാവശ്യം വന്ന് ബോട്ട് റൈഡ് ട്രൈ ചെയ്യണം. ഇനി മിക്കവാറും അടുത്ത സമ്മറിലേ നടക്കത്തുള്ളൂ. ഇവിടെ വന്നിട്ടൊരു കുഞ്ഞു പെട്ടിക്കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നുള്ള നമ്മുടെ നാട്ടിലെ കുഞ്ഞ് ഓട്ടോറിക്ഷ സെറ്റപ്പ്. കൊള്ളാം. ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇവർ എന്താണ് സഞ്ചരിക്കുന്ന കോഫി കടയാണ്. ബിയർ കടയായിരുന്നു. ബിയറോ കോഫിയോ? സഞ്ചരിക്കുന്ന കോഫി കട. അതായത് നല്ല അടിപൊളി ഒരു നടത്തമാണ് ഇന്ന് രാവിലെ. കൊള്ളാം.
വീക്കെൻഡ് നല്ല വെതറാണെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വരിക, ഇവിടെ കിടന്ന് ഇവിടെ റൗണ്ട് അടിക്കുക. ആ ആ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. അതാ ഇത്ര തിരക്ക് കൂടിയാലേ ഇവർ ഈ സ്ഥലത്തോടൊന്നും തൊടുത്തില്ല. ആ ഇങ്ങനെ ഇട്ടേക്ക്. അതാണ് ഇവിടെ വന്ന് സുഖമായിട്ട് ഇരിക്കാനും കിടക്കാനും എല്ലാം പറ്റിയ സ്ഥലമാണ്. അതല്ല അടിപൊളി വീണ്ടുമില്ല. ഇത് പണ്ടത്തെ അല്ലേ? വെള്ളം ടർബൈനായിരിക്കും. ആ വെള്ളം വന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ അത് വെള്ളത്തിന് ഇത് ഉണ്ടായിരുന്നു. സൈഡിൽ കൂടെ ആ ഇത് മറ്റേ വിൻമില്ലല്ലേ, ഓക്കെ. കാറ്റ് കൊണ്ട് ആടുന്ന സാധനമല്ല. എന്തൊരു പഴയ സെറ്റപ്പാണ്. ഇതിലേക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് പാർക്കിൻ്റെ ഒരു വീഡിയോ പിന്നെ പ്രാവശ്യം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി മീൻ വാങ്ങിക്കാൻ പോവാം. നിങ്ങൾ അവിടെ തന്നെ, അവിടെ കേട്ടോ, അവിടെ അടുത്ത കണ്ടാ മീൻ വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നിന്നാണ് നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്നത്. പക്ഷേ ഇന്ന് ആൾ കുറവാണല്ലോ. നോക്കാം. ഇപ്പോൾ 10 മണി കഴിഞ്ഞില്ലേ? 10 കണ്ടു. 10 മണി കഴിഞ്ഞു. നമ്മളെന്തായാലും ഇവിടെ എത്തി. ഇവിടെ കുപ്പികൾ കൊടുക്കുന്നുണ്ട്, കുപ്പി. നമുക്ക് നല്ല മീൻ ഏതുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഫ്രഷ് ഫിഷാണ് കിട്ടുന്നത്. Okay. Which one is that? The red one? Redfish. It's മത്തി. It's like I can show you. yeah. മത്തിയല്ലേ ഇത്? മത്തിയത് മയിലില്ലെന്ന് ആലബട്ടില്ലി. ഇത്തിരി വെറൈറ്റി ഐറ്റംസ് കുറവാണ്. In English, it's redfish. ഓക്കെ ഓക്കെ. It's really delicious, firm in the meat. How much is it? 119. So it's a quite fair price as well. 119 per piece, is it? Per kilo. Per kilo. Yeah. Do you want the biggest? Not that bigger. Oh, that I think that is a bigger, I right? think this is smaller. Yeah, take that Yeah, one. I do exactly. Yeah, ഞാൻ 3 പീസായിട്ടാണ് കിട്ടിയത്. 3 പീസ. പല വേണ്ടെന്ന് തോന്നുന്നു. Okay. Just scale it also. You have. Yeah, I scale it for you. Yeah. But this, now I know I can take it off the head first. Yeah. കുറേ മീനുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ ഇവിടെ ഫ്രഷ് വരുന്ന മീനുകളാണ് കൂടുതലുള്ളത്. എന്തായാലും കൊള്ളാം. നമുക്ക് അപ്പുറത്തുനിന്ന് ഹാലബട്ടും കൂടെ വാങ്ങിക്കാം. ഇവിടെയും കുറേ വെറൈറ്റി ഫിഷുണ്ട്. കുറേ വെറൈറ്റി ഫിഷുകളുണ്ട്. പക്ഷെ ഇന്ന് കുറവാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അയലയും സാധനം കുറേ വേറെ കുറേ ഉണ്ടായിരുന്നു. മത്തി മത്തി കിട്ടിയാൽ മതിയാ. അത് 24 ക്രോണയായിട്ടും. അതാ വില കുറവാണ് ആ സാധനത്തിന്. അതാകുമ്പോഴത്തേക്ക് 2 വെച്ച് വെച്ചിട്ടുണ്ട്. മുള്ളുള്ളതുകൊണ്ട് ഇല്ലാത്ത വെച്ചിട്ടുണ്ട്. മുള്ളില്ലാത്തതിന് ഇരട്ടി വില. മൈൻസ് അവർ ക്ലീൻ ചെയ്ത് തുറന്ന് വെച്ചിരിക്കുന്നു. 600 grams. Is okay? Yeah, that's fine. അത് ഹാലബട്ട് എന്ന് പറയുന്ന അടിപൊളി മീനാണ്. നല്ല ടേസ്റ്റാണ് സാധനം. പൊരിക്കാനും നല്ലതാണ്, കറി വെക്കാനും നല്ലതാണ്. രണ്ടും അടിപൊളിയാണ്. ഇത് പൊടിഞ്ഞു പോകുന്നില്ല. ക്രാബ്. ഇല്ല ക്രാബ്. ഈ സാധനം എന്തോ സോളെന്നെന്തോ ഉണ്ടോ പറഞ്ഞല്ലേ? ചക്കയാണോ? ചക്ക തന്നെയാണോ? അത് എനിക്ക് ഡൗട്ടുണ്ട്. ചക്കയാണോ വേറെ എന്തെങ്കിലും? അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ വാങ്ങിച്ചു. നല്ല കുറച്ച് എന്തോ ഒരു റെഡ് ഫിഷും കുറച്ച് ഹാലബട്ട് പറയുന്നത് നമ്മുടെ പാര പോലിരിക്കുന്നൊരു ടൈപ്പ് മീനാണ്. അതും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാൽമോയിലെ ടെക്നിസ്ക മ്യൂസിയം ഉണ്ട്. ടെക്നിസ്ക മ്യൂസിയത്തിന് തൊട്ടടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. അത്യാവശ്യം രാവിലെ വരുവാണെങ്കിൽ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും. ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടും.
അത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. രാവിലെ നല്ല തിരക്കാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് തോന്നുന്നു മ്യൂസിയം. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇത് നല്ല അടിപൊളി പാർക്കിനോട് ചേർന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു സ്ഥലമാണ്. കൊള്ളാം. ഇനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങാം. മാർക്കറ്റ് അവിടെ സെൻട്രലിൽ മാർക്കറ്റ് ഉണ്ട്, ട്രയാങ്കിളിൽ. ആണോ? അവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും പച്ചക്കറിയും കിട്ടും. അത് എൻ്റെ വീട്ടിൽ നടക്കാനുള്ള ദൂരത്തില്ലല്ലോ. ആ സെൻട്രലിൽ മറ്റേ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ അടുത്ത്. ഓക്കെ. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് നടക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ പ്ലം അല്ലേ ഇത്? നമുക്ക് മറ്റേ ഫ്രൂട്ട്സ് ഇവിടെ ഇപ്പോൾ അങ്ങേരുടെ കടയിൽ ഇപ്പോൾ നോക്കിയിട്ട് തിരിച്ചൊരു വാങ്ങിക്കാം. കുറേ പല വെറൈറ്റി ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പുറത്തെ കടയിൽ പോയിട്ട് വരാം. ഒരു 15 മിനിറ്റ് സൈക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആക്കി വരും. അങ്ങനെ വീട്ടിൽ ഒരു തെറ്റ് വീട്ടിൽ ഇരിപ്പുണ്ട്. ഹണി അവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാക്കും. ഉണ്ട് പച്ചക്കറി ഉണ്ട്. അതെ, ഉരുളക്കിഴങ്ങും നമുക്ക് നല്ല അടിപൊളി മാങ്ങ കിട്ടുമോ നോക്കാം. മാങ്ങ ഇതാണ് മാങ്ങ. صغير مو كبير. حلال وبلال. خلي قلبك يفلفل. شراي فاتمة. Just give one. One? Why? شراي حبيبي مايكل جاكسون from from India ولا باكستان؟ India. India. ما شاء الله شنو هذا؟ دي بروشة. ماشي قول لي لكم في واتر ميلون. Come here. Come here, come. Then till day. ماشي كل. നല്ല മധുരമുണ്ട്. ഇത് ഒരെണ്ണം വാങ്ങിക്കട്ടെ. ഫുള്ളല്ലല്ലോ, ഇതുപോലെ വാങ്ങിച്ചോ. കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. കട്ട് ചെയ്ത് ആണോ? അത് തന്നെ. അപ്പോൾ ഇന്ന് രാവിലെ പോയി പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, മീനും പച്ചക്കറിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്ന് തിരിച്ചെത്തി. അപ്പം ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക, ഓരോ ദിവസത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾ ഇനി വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അതിൻ്റെ പാർക്കിൻ്റെ എന്തൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അത് അഡീഷണലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.